നമസ്കാരം. പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിയ ആന ഇടഞ്ഞു. കൊള്ളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഇടഞ്ഞ ആന സമീപത്തുണ്ടായിരുന്ന അമ്പാടി മഹാദേവൻ എന്ന ആനയുമായി കൊമ്പുകോർത്തു. സംഭവത്തിനിടെ ആനപ്പുറത്തുനിന്ന് വീണ കൊളക്കാടൻ കുട്ടിശങ്കരന്റെ പാപ്പാൻ ഷൈജുവിനും പരിഭ്രാന്തരായി ഓടിയ ആളുകളിൽ ചിലർക്കും നിസാര പരിക്കേറ്റു. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. 11 ആനകളാണ് ആനയൂട്ടിന് എത്തിയത്. ആനയൂട്ട് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ കൊട്ടിലായ്ക്കൽ ക്ഷേത്രനടയിൽ തൊഴുന്നതിനിടെയാണ് കൊളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആന ഇടഞ്ഞത്. ഇടഞ്ഞ ആന സമീപത്തുണ്ടായിരുന്ന അമ്പാടി മഹാദേവൻ എന്ന ആനയെ കുത്താൻ ശ്രമിക്കുകയും കൊമ്പ് കോർക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ മറ്റ് ആനകളെ പാപ്പാന്മാർ സ്ഥലത്തു നിന്നും മാറ്റി. ആന ഇടഞ്ഞതോടെ പരിഭ്രാന്തരായി ഓടിയവരിൽ ചിലർക്ക് നിസാര പരിക്കേറ്റു. കൊളക്കാടൻ കുട്ടിശങ്കരന്റെ പുറത്തുണ്ടായിരുന്ന പാപ്പാൻ ഷൈജുവിനും താഴേക്ക് വീണ് പരിക്കേറ്റു. ആളുകൾ ചിതറി ഓടിയതോടെ സമീപത്തെ താൽക്കാലിക കടകളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കൊളക്കാടൻ കുട്ടിശങ്കരനെ പിന്നീട് പാപ്പാന്മാർ തന്നെ തളച്ചു. അമ്പാടി മഹാദേവൻ എന്ന ആനയ്ക്ക് ഇടത്തെ കൊമ്പിന് താഴെ ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. സോഷ്യൽ ഫോറസ്ട്രി ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നു. സംഭവത്തിൽ കുളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആനയ്ക്ക് 15 ദിവസത്തെ വകുപ്പുതല നിരോധനം ഏർപ്പെടുത്തിയതായി ചാലക്കുടി സോഷ്യൽ ഫോറസ്റ്റ് ഓഫീസർ സൗമ്യ അറിയിച്ചു. വിശദമായ അന്വേഷണത്തിനും പരിശോധനയ്ക്കും ശേഷം മാത്രമേ നിരോധനം മാറ്റുകയുള്ളൂ. തൃക്കൂർ ആദൂരിൽ വീട്ടുകാർ സിനിമയ്ക്ക് പോയ സമയത്ത് വീടിന്റെ വാതിൽ പൊളിച്ച് 5.5 ലക്ഷം രൂപ കവർന്നു. ആദൂർ തൃശൂർക്കാരൻ ജോയിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ഞായറാഴ്ച വൈകിട്ട് 6-ന് ശേഷമായിരുന്നു സംഭവം. സിനിമയ്ക്ക് പോയ വീട്ടുകാർ രാത്രി 9-ന് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മുൻവശത്തെ വാതിലും അകത്തെ അലമാരയും പൂട്ട് തകർത്ത് തുറന്ന നിലയിലായിരുന്നു. അലമാരയിലിരുന്ന പണം നഷ്ടപ്പെട്ടെങ്കിലും മറ്റൊരു അറയിലിരുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുക്കാനായിട്ടില്ല. മറ്റു മുറികളിലെയും അലമാരകളിലെയും വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. വീടിന്റെ പിറകുവശത്തെ വാതിലും തകർക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വാതിലിന്റെ പൂട്ട് തകർക്കാൻ ഉപയോഗിച്ചിരുന്നതെന്ന് കരുതുന്ന പിക്കാസ് വീട്ടുമുറ്റത്തെ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടൊപ്പം ഒരു ജോഡി ചെരുപ്പും വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വകാര്യ ധനകാര്യ സ്ഥാപനം നടത്തുന്ന ആളാണ് ജോയി. വീട്ടുകാർ സമീപത്തെ വീടുകളുടെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ ഒരു കാർ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടിരുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ ചിമ്മിനി ഡാം ഷട്ടറുകൾ തുറന്നു. വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിമ്മിനി ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ 3.52 ഘനമീറ്ററാണ് തുറന്നത്. രാവിലെ 10:30-നാണ് ഷട്ടറുകൾ തുറന്നത്. കനത്ത മഴയിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ഒന്നിച്ച് വെള്ളം തുറന്നുവിടുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് പ്രധാന ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചത്. ജലനിരപ്പ് നേരിയ തോതിൽ ഉയരുമെന്നതിനാൽ കുറുമാലി, കരുവന്നൂർ പുഴകളുടെ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വിദ്യാർത്ഥികൾ പോകുന്ന സമയത്ത് പാലപ്പള്ളി പിള്ളത്തോട് പാലത്തിനോട് ചേർന്ന് റോഡ് ക്രോസ് ചെയ്ത് നിരവധി കാട്ടാനകൾ. ഇന്ന് രാവിലെ സ്കൂൾ കുട്ടികൾ പോകുന്ന സമയത്താണ് പിള്ളത്തോട് പാലത്തിനോട് ചേർന്ന് കാട്ടാനക്കൂട്ടം ഭീതി പരത്തിയത്. കണ്ണാറ്റുപാടം സ്കൂൾ, വേലുപ്പാടം കോൺവെന്റ് സ്കൂൾ, വേലുപ്പാടം ഹൈസ്കൂൾ എന്നീ സ്കൂളിലേക്ക് പോകുന്ന വാഹനങ്ങളാണ് ഏറെ നേരം തടസ്സപ്പെട്ടത്. 2 കൂട്ടമായി തിരിഞ്ഞാണ് ആനക്കൂട്ടങ്ങൾ റോഡ് ക്രോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഏറെ നേരം യാത്രക്കാരും സ്കൂൾ കുട്ടികളും വാഹനങ്ങളും മുന്നോട്ട് നീങ്ങാനാകാതെ നിൽക്കേണ്ടി വന്നു. 6ഓളം ആനകൾ കഴിഞ്ഞ ആഴ്ച മുതൽ മേഖലയിലുണ്ട്. ഇന്നലെ പുതിയ ആനകളും കൂട്ടമായി എത്തിയിട്ടുണ്ട്. കാട്ടാനക്കൂട്ടങ്ങളെ കാട്ടിലേക്ക് എത്തിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും
എത്രയും വേഗം ട്രഞ്ചെടുത്ത് മലയോര തോട്ടം മേഖലകളെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കണമെന്നും മലയോര സംരക്ഷണ സമിതിക്ക് വേണ്ടി പ്രസിഡന്റ് EA ഓമന ആവശ്യപ്പെട്ടു. ബലാത്സംഗ കേസ് റാപ്പർ വേടന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. വേടന് മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി നടപടി. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന് ഹൈക്കോടതി ചോദിച്ചു. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത പരാതിക്കാരിയോടായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകുമ്പോഴൊക്കെ ബലാത്സംഗമായി കണക്കാക്കാനാവില്ല. തെളിവുകൾ പരിഗണിച്ച് മാത്രമേ തീരുമാനമെടുക്കാനാവൂ. ഇൻഫ്ലുവൻസർ ആണോ അല്ലയോ എന്നതല്ല, വ്യക്തി എന്നതാണ് പ്രശ്നം. എല്ലാവരും അമർ ചിത്രകഥ വായിച്ചാണ് വളർന്നത്. പുരാണ കഥകൾ പറയേണ്ടതില്ല, ഹൈക്കോടതി പറഞ്ഞു. വേടനെതിരെ മറ്റ് കേസുകളുണ്ടെങ്കിൽ സർക്കാർ അറിയിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. വേടനെതിരായ തെളിവുകൾ ഹാജരാക്കാൻ പരാതിക്കാരിയോട് ഇന്നലെ കോടതി ആവശ്യപ്പെട്ടിരുന്നു. വേടൻ സ്ഥിരം കുറ്റവാളിയാണെന്നായിരുന്നു പരാതിക്കാരിയുടെ വാദം. നിലവിൽ വേടനെതിരെ 2 പരാതികൾ കൂടി മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. സർക്കാരിൽ സ്വാധീനമുള്ള ആളാണ് വേടനെന്നും പരാതിക്കാരി ഉന്നയിക്കുന്നുണ്ട്. താൽപര്യമില്ലെന്ന് പറഞ്ഞപ്പോഴും നിർബന്ധപൂർവ്വം ലൈംഗികാതിക്രമം നടത്തിയെന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു. എന്നാൽ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു യുവതിയുമായി ഉണ്ടായിരുന്നതെന്നും മറിച്ചുള്ള ആരോപണം തെറ്റാണെന്നും മറ്റു പരാതികൾ ഉണ്ടെന്ന വാദം നിയമത്തിന്റെ ദുരുപയോഗമാണെന്നും വേടൻ വാദിച്ചിരുന്നു. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം ബലാത്സംഗമായി കണക്കാക്കാനാകില്ലെന്ന സുപ്രീം കോടതി ഉത്തരവുകളും ചൂണ്ടിക്കാട്ടിയിരുന്നു. പാലിയേക്കരയിൽ ടോൾ പിരിക്കേണ്ടെന്ന് സുപ്രീം കോടതിയും ദേശീയപാത അതോറിറ്റിയുടെ അപ്പീൽ തള്ളി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ടോൾ പിരിവ് തടഞ്ഞതിനെതിരായ ദേശീയപാത അതോറിറ്റിയുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളി. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഇടപെടില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പൌരന്മാരുടെ ദുരവസ്ഥയിൽ ആശങ്കയുണ്ട്. ഗതാഗതം സുഗമമാക്കാൻ ഹൈക്കോടതി നിരീക്ഷണം തുടരുമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. തൃശൂർ പാലിയേക്കരയിൽ 1 മാസത്തേക്ക് ടോൾ പിരിക്കേണ്ടെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെയായിരുന്നു അപ്പീൽ. 1 മാസത്തേക്കാണ് ഹൈക്കോടതി ടോൾ പിരിവ് വിലക്കിയത്. റോഡ് ഉടനെ നേരെയാക്കണമെന്നും കുരുക്കും അഴിക്കണമെന്നും ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഇരിങ്ങാലക്കുടയിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിച്ചു. ദൃശ്യങ്ങൾ പുറത്ത്. ഇരിങ്ങാലക്കുട ചന്തക്കുന്നിൽ കാർ വട്ടം വെച്ച് ബസ് ഡ്രൈവറെ ആക്രമിച്ചതായി പരാതി. ചൊവ്വാഴ്ച രാവിലെ 9:30ഓടെയാണ് സംഭവം. സൈഡ് നൽകാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് എത്തിച്ചത്. നടവരമ്പ് മുതൽ ചന്തക്കുന്ന് വരെ കാർ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിന് മുന്നിലൂടെ സൈഡ് നൽകാതെ പോകുന്ന ബസ്സിലെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ശില്പി എന്ന പേരിലുള്ള ബസ്സിലെ ഡ്രൈവറായ വെള്ളാങ്കല്ലൂർ സ്വദേശി പ്രിൻസിനാണ് മർദ്ദനമേറ്റത്. ഇയാൾ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇയാളുടെ കഴുത്തിലെ മാലയും കണ്ണടയും മൊബൈൽ ഫോണും സംഘർഷത്തിൽ കേടുപാടുകൾ സംഭവിച്ചതായി പറഞ്ഞു. കൗതുകവും വേദനയും നിറച്ച് ഇരട്ട തലയുള്ള പശുക്കുട്ടി. നാട്ടിക SN കോളേജിന് കിഴക്ക് ചിരിയാട്ട് ഗണേശന്റെ വീട്ടിലെ പശുവിന്റെ 2ാം പ്രസവത്തിലാണ് ഇരട്ട തലയുള്ള പശുക്കുട്ടി പിറന്നത്. തിങ്കളാഴ്ച വൈകിട്ടാണ് പശു പ്രസവിച്ചത്. വെറ്റിനറി ഡോക്ടർ എത്തിയാണ് കുട്ടിയെ പുറത്തെടുത്തത്. 2 തലയുള്ള മൂരിക്കുട്ടിയാണ്. 2 വായ, 2 ചെവി, 4 കണ്ണ് എന്നിവയുണ്ട്. 2 തലയുടെ ഭാരം കാരണം പശുക്കുട്ടിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പശുക്കുട്ടിക്ക് പാൽ കറന്ന് വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഗണേശനും ഭാര്യയും. ഗണേശനും ഉഷയ്ക്കും 30 വർഷമായി പശു വളർത്തലുണ്ട്. നിരവധി പേർ പശുക്കുട്ടിയെ കാണാൻ എത്തുന്നുണ്ട്. തൃശൂർ പാലക്കിലിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും മറ്റൊരു ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 4:15 പാലക്കൽ സെന്ററിലായിരുന്നു അപകടം. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന വേദൻ ബസ്സും തൃശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന ശില്പി എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന വേദൻ ബസിന്റെ മുന്നിലേക്ക് വെങ്ങിനിശ്ശേരി റോഡിൽ നിന്നും പാലക്കൽ റോഡിലേക്ക് അതിവേഗതയിൽ വന്ന കാറാണ് അപകടത്തിനിടയാക്കിയത്. കാറിന്റെ വരവ് കണ്ട ബസ് ജീവനക്കാർ കാർ ഡ്രൈവർക്ക് മുന്നറിയിപ്പ് നൽകാൻ ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. കാറിൽ ഇടിക്കാതിരിക്കാൻ വേദൻ ബസിന്റെ ഡ്രൈവർ ബസ് വലത്തോട്ട് തിരിച്ചപ്പോൾ അതേ റൂട്ടിൽ വന്ന ശില്പി ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 ബസ്സുകളുടെയും മുന്നിലെ ചില്ലുകൾ പൂർണ്ണമായും തകർന്നു. ശില്പി ബസിന്റെ സ്റ്റിയറിംഗ്, മുൻവശത്തെ ചക്രം എന്നിവ ജാമായി.
അപകടത്തിൽ ഏതാനും യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തകർന്ന ചില്ലുകൾ കൊണ്ടും പരസ്പരം കൂട്ടിയിടിച്ചുമാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. പരിക്കേറ്റവർ പിന്നീട് പ്രാഥമിക ചികിത്സ തേടി. അപകടത്തിനിടയാക്കിയ കാർ ഡ്രൈവറെ നാട്ടുകാർ തടഞ്ഞുവച്ചു. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗത തടസ്സം ഒഴിവാക്കിയത്. ചാലക്കുടി മൂഞ്ഞേലിയിൽ വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്ന 1 കിലോ കഞ്ചാവുമായി കൊല്ലം മാങ്കോട് സ്വദേശി 44 വയസ്സുള്ള പ്രസന്നനെ ചാലക്കുടി എക്സൈസ് പിടികൂടി. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഹാരിസ് സിയും സംഘവുമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ നിലവിൽ 6 മാസത്തോളമായി വെള്ളാഞ്ചിറയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. പിടിയിലായ പ്രസന്നൻ സ്ഥിരമായൊരു സ്ഥലത്തും താമസിക്കാതെ കഞ്ചാവ് കച്ചവടം നടത്തി വരികയായിരുന്നു. മുൻപ് ചിറങ്ങരയിലും കൊരട്ടിയിലും വാടകയ്ക്ക് താമസിച്ചിരുന്നു. കഞ്ചാവ് ഉപയോഗം സംബന്ധിച്ച് ഇയാൾക്കെതിരെ നേരത്തെ കേസുണ്ടായിരുന്നു. ഇയാൾക്ക് കഞ്ചാവ് കൈമാറിയ ഒല്ലൂർ സ്വദേശിയെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. കേസന്വേഷണ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷാജി PP, അനിൽകുമാർ KM, ജെയ്സൺ ജോസ്, സിഒമാരായ രാഗേഷ്, ജെയിൻ മാത്യു എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രതിയെ ചാലക്കുടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.